2024-25 യൂണിയൻ ബജറ്റിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തപ്പോൾ സെക്ടേഴ്സിനും എനർജി സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നോക്കുമ്പോൾ ആൻഡ് എനർജി സെക്ടേഴ്സിന് വലിയ രീതിയിലുള്ള ഗ്രീൻ ഫ്ലാഗ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് വാരി റിന്യൂവബിൾ ടെക്നോളജീസിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പെർഫോമൻസ്. 2021 വെറും 2 രൂപയുടെ താഴത്ത് നിന്ന് വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ഇന്ന് ഏകദേശം 1600 രൂപയുടെ അടുത്തായിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ ചില എനർജി സ്റ്റോക്സിനൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ ചേഞ്ചസോ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എനർജി സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്ത ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ആൻഡ് എനർജി സ്റ്റോക്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൻഡ് എനർജി സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ്സ്